മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ കായംകുളം മണ്ഡലം തല ജനകീയ സദസ്സ് നടന്നു. ബസ് സർവീസ് കാര്യക്ഷമമാക്കാനും ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കാനും മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് സദസ്സ് സംഘടിപ്പിച്ചത്. ബസ് സർവീസ് കാര്യക്ഷമമാക്കാനും ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കാനും മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് ജനകീയ സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്. പല ജില്ലകളിലും KSRTC പ്രൈവറ്റ് ബസ്സുകൾ കാര്യക്ഷമമായി സർവീസ് നടത്താത്തതിന്റെ ബുദ്ധിമുട്ടുകൾ പൊതുജനങ്ങൾ അനുഭവിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ജനകീയ സദസ്സുകൾ സംഘടിപ്പിച്ച് റിപ്പോർട്ട് നൽകാൻ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർക്കും സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർക്കും നിർദ്ദേശം ലഭിച്ചത്. കായംകുളം മണ്ഡലത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും ഇത്തരം റൂട്ടുകൾ കണ്ടെത്തുന്നതിനും റിപ്പോർട്ട് നൽകാനുമുള്ള സദസ്സ് കായംകുളം മുനിസിപ്പൽ ടൗൺ ഹാളിൽ പ്രതിഭ MLAയുടെ അധ്യക്ഷതയിലാണ് നടന്നത്. ഹരിപ്പാട് പ്രമുഖ വസ്ത്ര സ്ഥാപനമുണ്ട്. അവിടെ നിന്ന് ഒരുപാട് പെൺകുട്ടികൾ ഇതേ സമയം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവർക്ക് സുരക്ഷിതമായി പോകാൻ കഴിയുന്ന തരത്തിലേക്ക് ആ ടൈമിൽ ബസ് സർവീസ് ആരംഭിക്കണമെന്നും കായംകുളത്തും അങ്ങനെ ഒരു സർവീസ് ആരംഭിച്ചാൽ കൂടുതൽ പേർക്ക് പോകാൻ കഴിയുന്ന സ്ഥലത്തേക്ക് ഒരു ബസ് സർവീസ് ഇട്ട് കഴിഞ്ഞാൽ അതും ഈ പെൺകുട്ടികൾക്ക് സഹായകരമാകുമെന്ന് പറഞ്ഞു. ഞാൻ ഒരു ലേഡീസ് ഉള്ള ബസ് വേണമെന്നൊരു ആവശ്യം വെച്ചപ്പോൾ മന്ത്രി പറഞ്ഞു ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇപ്പം ഇല്ല, ലേഡീസിനും ജെൻസിനും ഒക്കെ ഒന്നിച്ച് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാലത്താണ്. അതുകൊണ്ട് എനിക്കിപ്പോഴും ആഗ്രഹമുണ്ട്. നമുക്കപ്പം ഞാൻ പറഞ്ഞ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലെങ്കിലും ഒരു ലേഡീസ് ഉള്ള നമ്മുടെ കായംകുളത്ത് ഇടണം എന്നൊരു റിക്വസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത് പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരുപാട് സജഷൻസ് മന്ത്രിയോട് പറഞ്ഞപ്പോൾ ആണ് അദ്ദേഹം ഇത്തരത്തിലൊരു ജനകീയ സദസ്സ് നടത്തിക്കൊണ്ട് ഏറ്റവും എഫക്റ്റീവായിട്ട് ഗണേഷ് മിനിസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉറപ്പറിയാം ഇത് വെറുതെ ഒരു വെള്ളത്തിൽ വരച്ച വരയായി പോവില്ല. ഉറപ്പായിട്ടും ഇതിൽ നിന്ന് ഏറ്റവും കണ്ടന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കി തരുന്ന ഉറപ്പുണ്ട്. ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകർ, ബസ് ഓപ്പറേറ്റർ അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ സദസ്സിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.